Do you know 50 to 60% of the franchisees fail in the first 6 months? This is a hard fact, and economically also very devastating fact. But do you know why? Okay, being a business person, let us take responsibility first. It was basically your mistake. Now, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫ്രാഞ്ചൈസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? തൊട്ടടുത്ത് ഏതോ ബിസിനസ് ഇതേ സിമിലർ ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദേ ഹാവ് ബീൻ സക്സസ്ഫുൾ, സോ ഐ ഓൾസോ വോണ്ട് ടു ഡു ഇറ്റ്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇസ് ബേസിക്കലി സ്ട്രാറ്റജിക് ഫിറ്റ്. ഇത് ദ ബിസിനസ് വിച്ച് യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട്, ഈസ് ഇറ്റ് സ്ട്രാറ്റജിക്കലി ഫിറ്റ് ഫോർ യു? അത് നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളെ ഇൻട്രസ്റ്റ്, മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി, ഇൻഡസ്ട്രീൻ്റെ ഓപ്പർച്യൂണിറ്റി എല്ലാം അലൈൻഡ് ആണോ? ഒന്ന്, നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ എത്രത്തോളം ഫിറ്റാണത്? ഓപ്പറേഷനിൽ എത്രത്തോളം ഫിറ്റാണത്? ഓപ്പറേഷനിൽ നിങ്ങൾ എത്ര മണിക്കൂർ അവൈലബിൾ ആയിരിക്കണം? എന്തൊക്കെ റിസോഴ്സുകൾ അവൈലബിൾ ആയിരിക്കണം? ഓപ്പറേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചാലഞ്ചസ് വരാൻ സാധ്യതയുണ്ട്? എന്തൊക്കെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും? ഇതെല്ലാം ചെക്ക് ചെയ്യണം. ലാസ്റ്റ് ബേസിക്കലി ഫിനാൻഷ്യൽ ഫിറ്റ്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഫിനാൻഷ്യലി ഫിറ്റാണ് ചിന്തിക്കേണ്ടത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ ഫ്രാഞ്ചൈസിങ്ങിലേക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, സെറ്റപ്പ് കോസ്റ്റ് ഇൻക്ലൂഡിങ് എവറിത്തിങ്, ഫ്രാഞ്ചൈസി ഫീ, സെറ്റപ്പ് കോസ്റ്റ് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ കൂടാതെ യു നീഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 30% ഓഫ് ദ ബഡ്ജറ്റ്. അതിൻ്റെ 30% ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിൽ ഓപ്പെക്സ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓപ്പറേഷണൽ എക്സ്പെൻസിന് മാറ്റി വെക്കാനുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാവൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കുക? ഒരു നല്ലൊരു ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ഇത് ശരിയാണോ എന്ന് നിങ്ങളെ കൂടെ നിന്ന് മനസ്സിലാക്കാനാണ് ഫ്രാഞ്ചൈസി കൺസൾട്ടൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടത്. സോ ഐ എം ദീപക് പടിയത്ത്. ഐ ഹവ് ബീൻ into this industry. I've seen the in and out of this. Okay, if you need my help, I'm always here to support. My name is Deepak Padiyath and I'm a franchisee expert. Good day to you.